ദുരൂഹതയുണർത്തി ഇരിട്ടി വാണിയപ്പാറ ഇൻഫാന്റ് ജീസസ് ചർച്ചിലെ കല്ലറ. കല്ലറ തുറന്ന് പരിശോധിച്ചപ്പോൾ പായയിൽ പൊതിഞ്ഞ വസ്തുക്കൾ കണ്ടെത്തി. ഉള്ളിൽ മൃതദേഹമാണെന്നാണ് ഉയരുന്ന സംശയം. സംഭവത്തിൽ കരിക്കോട്ടക്കരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദുരൂഹതയുണ്ടെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. ക്രിസ്ത്യൻ ആചാരപ്രകാരം ഇങ്ങനെ അടക്കം ചെയ്യില്ലെന്നും അറിഞ്ഞവർ പുറത്തു പറഞ്ഞില്ലെന്നും പ്രദേശവാസിയായ ജിൽസ് ഉണ്ണിമാക്കൽ പറഞ്ഞു. പള്ളിയിലെ ദുരൂഹമായിട്ടുള്ള സംഭവം കാണുന്നത് ഒരു 6 ദിവസം മുമ്പ് ഈ ഇടപെട്ട ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞപ്പം ആ വ്യക്തിക്കുള്ള കല്ലറ, അത് പള്ളിയിൽ നിന്നാണ് ഇന്ന കല്ലറ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അങ്ങനെ കാണിച്ചു കൊടുത്തു. അത് ചെന്ന് പൊളിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു പായ്ക്കകത്ത് പൊതിഞ്ഞ് കിട്ടിയ അവസ്ഥയിലൊരു രൂപം ഇത് കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ 3-4 പേരെങ്ങാനും ഉണ്ടായിരുന്നുള്ളൂ. അവരത് നിർത്തി കരിക്കോട്ടക്കരി പോലീസിനെ അറിയിച്ചിരുന്നു. അവർ വന്നുവെന്നും കേൾക്കുന്നുണ്ട്, വന്നിട്ട് നടപടിയൊന്നും എടുത്തിട്ടില്ലെന്നും കേൾക്കുന്നുണ്ട്. പക്ഷേ അത് ആ ഫോട്ടോ അതിനുശേഷം പുറത്തൊന്നും പോയില്ല. അത് വളരെ രഹസ്യമായിട്ട് എനിക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാനത് ഒരു വാർത്തയാക്കി. അതൊരു വല്ലാത്തൊരു ദുരൂഹതയാണ്. ഒരു ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു സെമിത്തേരിയിലും പള്ളിയായിട്ട് ബന്ധപ്പെട്ട ഒരു സെമിത്തേരിയിലും പഴമ്പായ്ക്കകത്ത് പൊതിഞ്ഞൊരു ബോഡി അടക്കാറില്ല. അത് ഇന്ന് വരെ പണ്ടുണ്ടായിരുന്നു. തമ്മാടിക്കുഴി എന്നൊക്കെ പറഞ്ഞൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോഴൊന്നും അങ്ങനൊരു സംഭവമില്ല. അത് കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു ദുരൂഹത. അതങ്ങനെ അവിടെ വന്നു. പള്ളിയിൽ നിന്നാണ് പോലീസിനെ വിവരമറിയിച്ചതെന്ന് വികാരി ഫാദർ ജിൽബർട്ട് കൊന്നയിലും കൂട്ടിച്ചേർത്തു. 13-ാം തീയതി ഇവിടെ ഒരു അടക്ക് നടന്നു. അന്ന ദിവസം ഈ ബോഡി സംസ്കരിക്കുന്നതിന് വേണ്ടി രാവിലെ കല്ലറ തുറന്നപ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ വെളുപ്പിന് 5 മണിക്ക് വന്നതേ ഉള്ളൂ. അപ്പോൾ അന്ന് കല്ലറ തുറന്നപ്പോൾ ഞങ്ങളുടെ കൈക്കാരന്മാർ 2 പേര്, ഇതുമായിട്ട് സഹായിക്കുന്ന 2 പേര്, പിന്നെ ആ മരിച്ച വ്യക്തിയുടെ ആയിട്ട് ബന്ധപ്പെട്ട 2 പേര്, അങ്ങനെ ടോട്ടൽ 6 പേര് ചേർന്ന് കല്ലറ തുറന്നപ്പോൾ നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ, അതെന്താണെന്ന് ഇതുവരെ ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, സംശയം തോന്നുന്ന രീതിയിൽ ഒരു പെട്ടിയോട് കൂടെ ചേർന്ന് വേറെ ഒരു പെട്ടി കൂടി, ഒരു ബോഡി കൂടി കിടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അത് കൈക്കാരന്മാർ എന്നെ വിളിച്ചറിയിച്ചു. വിളിച്ച സ്പോട്ടിൽ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, ആ കല്ലറ സ്ലാബ് ഇട്ട് മൂടി പഴയതുപോലെ തന്നെ വെക്ക്, എന്നിട്ട് വേറൊരു കല്ലറ തുറന്ന് അന്നത്തെ സംസ്കാരം നടത്താൻ പറഞ്ഞു. അതുപ്രകാരം അവരത് കൃത്യമായിട്ട് നടത്തി. ഈ സമയത്ത് ഞാൻ പുറത്തായിരുന്നതിനാൽ ഞാൻ രൂപതയെ വിളിച്ചു. ഇങ്ങനെ ഒരു സംഭവം അതിരൂപതയെ വിളിച്ച് അറിയിച്ചു. അതിരൂപതയിൽ എന്നോട് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ തന്നെ അതിൻ്റെ കംപ്ലയിൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അന്ന് ഈ സംസ്കാര ശുശ്രൂഷകൾ മുഴുവൻ നടന്നതിന് ശേഷം എല്ലാവരും, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും പോയതിന് ശേഷം അന്ന് തന്നെ നമ്മുടെ സിമിത്തേരി ഗ്രില്ല് ചുറ്റും അടവുള്ള സിമിത്തേരിയാണ്, ഗ്രില്ലിട്ട് സിമിത്തേരി പൂട്ടിയതിന് ശേഷം കൈക്കാരന്മാർ 4 പേര് ചേർന്നിട്ട് അന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കൃത്യമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതി കൊടുക്കുകയും പിറ്റത്തെ ദിവസം ഞങ്ങൾ ആ പരാതി കൊടുത്തതിൻ്റെ ഒരു റെസിപ്റ്റ് തിരിച്ചു വാങ്ങുകയും ചെയ്തു. ഓക്കെ, ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഞങ്ങൾക്കൊരു സംശയം തോന്നി, അത് പോലീസിനെ അറിയിച്ചു. ഇനി അത് ഒരു മൃതശരീരമാണോ, ചിലപ്പോൾ അത് മൃതശരീരം പോലും ആകത്തില്ല, ചിലപ്പോൾ അതിങ്ങനെ പായയിൽ പൊതിഞ്ഞ് എന്തെങ്കിലും ആയിരിക്കും. അത് എന്താണ് എന്ന് കൃത്യമായിട്ട് ഇനി പോലീസ് അവർ പരിശോധിക്കും. അവർ കൃത്യമായിട്ട് അതിൻ്റെ അന്വേഷണങ്ങൾ അന്ന് മുതൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നതുകൊണ്ട് ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുമായിട്ട് അവർ അന്വേഷണമായിട്ട് ഇന്നിവിടെ വന്നു. ഇതിൻ്റെ അന്വേഷണം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ലീഗൽ പ്രൊസീജിയർ അറ്റ് ദ സെയിം ഡേ തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. മൃതദേഹമാണെന്ന് സംശയം തോന്നിയെങ്കിലും ക്രിസ്ത്യൻ ആചാരപ്രകാരം ഇങ്ങനെ അടക്കം ചെയ്യാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹമാണോ എന്നും സംശയമുണ്ട്. പോലീസിന്റെ അന്വേഷണത്തോട് സഹകരിക്കുമെന്നും പള്ളി വികാരി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.